ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദി വഅലൈഹി വസല്ലം അജ്മഈൻ. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫായില് മഫ്ഊല് ബിഹി ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ബേസിക് ലെവലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അൽ മുബ്തദഉ വൽ ഖബർ. ഫഅല്, ഫായില്, മഫ്ഊല്, ഇത് എന്തായാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റുകളാണ് ഫേലും ഫായിലും മഫ്ഊലും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് മുബ്തദ വൽ ഖബർ. കാരണം എന്താ വെച്ചാൽ അറബി ഭാഷയിൽ രണ്ട് തരത്തിലാണ് നമുക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതിലൊന്ന് ഫേല്, ഫായില്, മഫ്ഊല് എന്നുള്ള ആ രൂപം, ഫേലിയായ ജുംല എന്ന് പറയും. അൽ ജുംലത്തുൽ ഫേലിയ, ഫേലും ഫായിലും കൊണ്ട് രൂപപ്പെടുന്ന സെന്റൻസുകൾ. അതുപോലെ മറ്റൊരു സ്ട്രക്ചറാണ് രണ്ട് ഇസ്മുകൾ കൂടിയിട്ട് ഒരു സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ പറയുന്ന പേര് അൽ ജുംല അൽ ഇസ്മിയ എന്നാണ്. ആ ജുംല ഇസ്മിയയുടെ പ്രധാനപ്പെട്ട രണ്ട് ജുസ്ഉകളാണ് ഒന്ന് മുബ്തദയും മറ്റൊന്ന് ഖബറും. അപ്പൊ എന്താണ് മുബ്തദ, എന്താണ് ഖബർ, ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മുബ്തദ ആവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു സെന്റൻസ് കാണുമ്പോൾ അത് നോമിനൽ സെന്റൻസ് ആണ്, അതായത് ഇസ്മിയ ജുംലയാണോ അതല്ലെങ്കിൽ പിന്നെ ഫഅലിയ ജുംലയാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ ടെക്സ്റ്റിലുള്ള തുഫാഹത്തു ഹുൽവത്തുൻ, തുഫാഹത്തു ഹുൽവത്തുൻ, തുഫാഹത്തു ഹുൽവത്തുൻ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? ആപ്പിൾ മധുരമുള്ളതാണ്. അതെ, ആപ്പിൾ മധുരമുള്ളതാണ്. മറ്റൊന്ന് അസ്സൂറത്തു ജമീലത്തുൻ, പിക്ചർ മനോഹരമാണ്. ഓക്കെ, പിക്ചർ മനോഹരമാണ്. അൽ ജറിയു മുഫീദുൻ, സഞ്ചരിക്കൽ, നടത്തം, അത് ഉപകാരപ്രദമാണ്. ഓക്കെ. അൽ ഖിതാറു സരീഉൻ, തീവണ്ടി വേഗതയുള്ളതാണ്. അൻ നലാഫത്തു വാജിബത്തുൻ, വൃത്തി നിർബന്ധമായ കാര്യമാണ്. അല്ലർന്നു മുസ്തദീറത്തുൻ, ഭൂമി ഉരുണ്ടതാണ്. ഞാൻ അർത്ഥങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു പോയതാണ്. നമുക്ക് ഈ ഉദാഹരണങ്ങളുടെ മുമ്പ് വേറെ നമുക്ക് എളുപ്പത്തിൽ ഒരു ഉദാഹരണം പിടിക്കാം. ഇപ്പോ ഷജറത്തുൻ കബീറത്തുൻ, ഇതിന്റെ മീനിങ് എന്താ? മരം മരം വലുതാണ്. വലുതാണ്. മരം വലുതാണ്. അഷജറത്തു കബീറത്തുൻ, ഇതിന്റെ മീനിങ് എന്താ? ഒരു മരം എന്നാണോ, അത് ഇന്ന മരം എന്നാണോ? ഇത് നമുക്ക് മരം വലിയതാണെന്ന് പറഞ്ഞൂടെ? ഏ ആ, അലിസ്ലാം വന്നിട്ട് അപ്പൊ ഇവിടെ ഷജറത്തുൽ, ഇതെങ്ങനെ വായിക്കാം? ഷജറത്തുൽ കബീറ, കബീറ, വലിയ മരം. വലിയ മരം. അതോ മരം വലിയതാണെന്നോ? ഓക്കെ, ഈ മൂന്നെണ്ണം എടുക്കുക. ഇപ്പൊ ഇവിടെ തന്നെ ഷജറത്തുൻ കബീറത്തുൻ, അഷജറത്ത് കബീറത്തുൻ, അതുപോലെ തന്നെ ഒന്നുകൂടെ എഴുതാം, അഷജറത്തു കബീറുൻ. അപ്പൊ ഇങ്ങനെ പല രൂപത്തില് നമുക്ക് സെന്റൻസിന്റെ സ്ട്രക്ചറുകൾ എഴുതാൻ പറ്റും. ഷജറത്തുൻ കബീറ, അഷജറത്ത് കബീറ, ഷജറത്തുൻ കബീറ. ഇതില് ഒന്ന് മാത്രമാണ് ശരി. ഒന്ന് മാത്രമാണ് ശരി എന്നല്ല, സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ എഴുതിയതില് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. അതേതാണ്? അഷജറത്തു കബീറത്ത്. യെസ്, അഷജറത്തു കബീറത്ത് എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ എന്താ? ഷജറത്തുൻ കബീറത്ത് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതെന്തല്ല, ഒരു ജുംലത്തും സെന്റൻസ് അല്ല, ജുംല മുഫീദ് അല്ല. ഷജറത്തുൽ കബീറ എന്ന് പറഞ്ഞാല്
അപ്പോഴും ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഷജറത്തുൽ കബീറ എന്ന് പറഞ്ഞാൽ വലിയവളുടെ മരം എന്നാണ് അർത്ഥം വരിക. ഷജറത്തുൻ കബീറ എന്ന് പറഞ്ഞാല് വലിയ മരം എന്നേ വരുള്ളൂ. ഷജറത്തുൻ കബീറ, ഷജറ മരത്തിന്റെ ഒരു സിഫത്ത്, എന്താ പറയാ, അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞതാണ്. ഷജറത്തുൻ കബീറ, വലിയ മരം, വലിയ മരം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പറയേണ്ടി വരും. സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആശയം കംപ്ലീറ്റ് ചെയ്യാന്നാണ്. വലിയ മരം എന്താന്നുള്ളത് പിന്നെ പറയണം. അതേപോലെ തന്നെ ഷജറത്തുൽ കബീറ, കബീറത്ത് എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം, നമ്മൾ അങ്ങനെ ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ മനസ്സിലാക്കുന്നത്? കബീറത്ത് എന്ന് പറയുന്നത് ഏതോ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക, ഒരു വലിയ സ്ത്രീ, അവളുടെ മരം എന്നൊക്കെയാണ് അർത്ഥം പറയാം. അഷജറത്ത് കബീറത്ത് എന്നുള്ള ഗ്രാമാറ്റിക്കലി തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ അഷജറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കബീറത്ത്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ വരാൻ സാധ്യതയുള്ള സെന്റൻസുകൾ, അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മുബ്തദയുടെയും ഖബറിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് മുബ്തദ എന്ന് പറയാം. എന്താണ് മുബ്തദ എന്ന് പറഞ്ഞാല്? മുബ്തദ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ആ വേർഡിന്റെ അർത്ഥം പറയുന്നത് ബദ. ബദ എന്ന് പറയുന്ന അർത്ഥം സ്റ്റാർട്ട് അറിയാം, ആരംഭിക്കുക. തുടങ്ങുക, ബദ. അപ്പൊ മുബ്തദ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എന്ത് പറഞ്ഞാൽ മതി? സ്റ്റാർട്ടിങ്ങിലുള്ള തുടക്കത്തില് വേർഡായി സ്റ്റാർട്ടിങ്ങിലുള്ള വേർഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എപ്പോഴും മുബ്തദ വളരെ പിന്നെ അധിക സമയത്തും, അതായത് ഗാലിബൻ അധിക സമയങ്ങളിലും മുബ്തദ തുടക്കത്തിൽ തന്നെ ആയിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ മുബ്തദ തുടക്കത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുബ്തദ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വരുന്ന സെന്റൻസിന്റെ ഇസ്മിയ ജുംലയുടെ ആദ്യത്തിൽ വരുന്ന ഒരു വേർഡ് എന്ന നിലയ്ക്ക് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വേർഡിന്. പക്ഷെ അതിനേക്കാൾ അർത്ഥം, അതിന് കുറച്ചുകൂടി ഒരു ഇൻഡെപ്ത് മീനിങ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം, നമ്മള് ഒരാളെ കുറിച്ച് പറയാം, മുഹമ്മദിനെ കുറിച്ച്. മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? മുഹമ്മദുൻ ത്വാലിബുൻ. മുഹമ്മദ് എന്താണ്? മുഹമ്മദ് വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയാണ്. ഇനി വേറെ ഒന്നും കൂടി പറയാം, മുഹമ്മദിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയാം. മുഹമ്മദുൻ വിദ്യാർത്ഥിയാവുന്നത് പോലെ തന്നെ മുഹമ്മദിന് വേറെയും പല കാര്യങ്ങളാവാൻ പറ്റുള്ളൂ. എന്ന് പറയും വേറെ. മുഅല്ലിമു. അല്ലിമുൻ. ഓക്കെ, മുഹമ്മദ് വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം അധ്യാപകനാണ്. മുഹമ്മദുൻ ജാലിസുൻ, മുഹമ്മദ് ഇരിക്കുന്നവനാണ്. മുഹമ്മദുൻ ആ, ഇനി എന്താ പറയാ മുഹമ്മദിനെ കുറിച്ച്? സക്കിയുൻ, ബുദ്ധിയുള്ളവൻ. ഇത്ര മതി. ഇനി ഇങ്ങനെ എത്ര ആഡ് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്ക്, ഇവിടെ നമ്മളിപ്പോ ത്വാലിബുൻ, മുഹമ്മദ് എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ പറയാം അല്ലെ. ത്വാലിബ്, മുഹമ്മദ് എന്താണ്? വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് മുഅല്ലിമാണ്, അധ്യാപകനാണ്. മുഹമ്മദ് ജാലിസുൻ, ഇരിക്കുന്നവനാണ്. മുഹമ്മദ് സക്കിയാണ്, അവൻ ബുദ്ധിയുള്ളവനാണ്. ഇനി നമുക്ക് പറയാം മുഹമ്മദുൻ സഹബ ഇലൽ മദ്രസ, മുഹമ്മദ് സ്കൂളിലേക്ക് പോയി. മുഹമ്മദുൻ റഅയ്തു അബാഹു. ഞാൻ നിങ്ങൾക്ക് മുബ്തദ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. നോക്കാം, ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ മുഹമ്മദ് എന്ന ഒരു വ്യക്തിയെ കുറിച്ച് പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആള് കേൾക്കുന്നവരോട് പറഞ്ഞു. മുഹമ്മദ് എന്താണ്? മുഹമ്മദ് ത്വാലിബാണ്. മുഹമ്മദ് എന്താണ്? മുഅല്ലിമാണ്. മുഹമ്മദ് എന്താണ്? ജാലിസ്, ഇരിക്കുന്നവനാണ്. മുഹമ്മദ് എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. മുഹമ്മദിനെ കുറിച്ച് പറയാണ്, മുഹമ്മദിന്റെ ഉപ്പായെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടൊക്കെ പറയുമ്പോൾ ആരെ കുറിച്ചാണ്? നമ്മള് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആശയം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാന്നാണ്. ഇപ്പൊ എന്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? മുഹമ്മദ് എന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ലേ, അല്ലെ? അപ്പോ നമ്മൾ എന്തിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത്, ഒരാശയം പറയുന്നത്, അതായിരിക്കും എന്ത് മുബത്തദ. അതായിരിക്കും മുബ്തദ. ഓക്കെ, മുബ്തദ. ഇനി നമ്മൾ നോക്ക്, ഇപ്പൊ ആ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അവൻ ത്വാലിബാണ്. ഒരു വിഷയം അല്ലെ, ഒരു ആശയം അയാളെ കുറിച്ച് പറയാണ്. അപ്പൊ ആ ആശയത്തിന് അതേക്കുറിച്ച് മുബ്തദയായിട്ട് വരുന്ന വ്യക്തിയെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ നമ്മൾ ഒരു ഖബർ, ഒരു 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 പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ, നമ്മൾ എന്റെ മനസ്സിലുള്ള ഒരു ആശയത്തെ മറ്റൊരാൾക്ക് നൽകുകയാണ്. അപ്പോ അങ്ങനെ
ആ നൽകുന്ന ആശയത്തിനാണ് നമ്മൾ എന്ത് പറയാം? ഖബർ എന്ന് പറയാം, അല്ലെ? അപ്പൊ ഖബർ എന്നുള്ള വാക്കിന്റെ മീനിങ്ങിൽ തന്നെയുണ്ട്. ഖബർ എന്ന് പറയുന്ന അർത്ഥം ന്യൂസ് എന്നാണ്. അപ്പൊ മുഹമ്മദിനെ കുറിച്ച് നമ്മളൊരു കാര്യം പറയാം, മുഹമ്മദ് വിദ്യാർത്ഥിയാണ്. മുഹമ്മദിനെ കുറിച്ച് മറ്റൊരു കാര്യമാണ് എന്ത്? മുഹമ്മദ് അധ്യാപകനാണെന്ന കാര്യം. മുഹമ്മദിനെ കുറിച്ച് മറ്റൊരു കാര്യമാണ് മുഹമ്മദ് എന്താണ്? ഇരിക്കുന്നവനാണ്. മുഹമ്മദിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യമാണ് അവൻ ബുദ്ധിയുള്ളവനാണ്. മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ദഹബ ഇലൽ മദ്രസ, അവൻ മദ്രസയിലേക്ക് പോയി. അപ്പൊ അതൊക്കെ എന്താണ്? ഇതെല്ലാം ഖബറുകളാണ്. അപ്പൊ മുഹമ്മദൻ ദഹബ ഇലൽ മദ്രസ എന്നുള്ളതും ഖബർ തന്നെ കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ ഇനി കുറച്ചുകൂടി നെക്സ്റ്റ് സ്റ്റെപ്പിൽ പഠിക്കും. ആദ്യത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഖബറാണ് ഒറ്റ വേർഡിൽ വരുന്ന ഖബർ. ഹുൽവത്തുൻ, ജമീലത്തുൻ, മുഫീദുൻ, സരീഉൻ, വാജിബത്തുൻ, മുസ്തദീറത്തുൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഖബറുകൾ. ജസ്റ്റ് ഒരു ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ചെറിയൊരു ബ്രേക്ക് കേട്ടോ. വക്ക സ്വഭാവ കലി വരും. നിങ്ങളും കേട്ടതിൽ എങ്ങനെ പോണെന്ന് ഞാൻ പറയണത്. ഓക്കെ, അപ്പൊ മുബത്തദയും ഖബറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ മുബത്തദ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ നമ്മൾ ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ ഒരു ആശയം പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയുന്നത് ആ വസ്തുവിനാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ എന്താ പറയാ, അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡിന് മുബത്തദ എന്ന് പറയാം. പക്ഷെ നമ്മൾ ഡെഫിനിഷനിൽ ഇങ്ങനെ നല്ലതായിട്ട് പറയാം. ഡെഫിനിഷനിൽ വേറെ രൂപത്തിൽ എളുപ്പത്തിൽ അത് കാര്യം പറഞ്ഞു പോകും. സംഗതി ഡെഫിനിഷന്റെ അപ്പുറത്തേക്ക് നമുക്ക് വിഷയം മനസ്സിലാവാൻ ഈ ഒരു ഐഡിയ മനസ്സിലാക്കാൻ എന്താണ്, നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു മരത്തെ കുറിച്ച് പറയാം, മരം നീളമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു പുഴയെ കുറിച്ച് സംസാരിക്കാൻ പോകണം, പുഴ ഭംഗിയുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ആകാശത്തെ കുറിച്ച് പറയാൻ പോകണം, ആകാശം വിശാലമാണ്. അപ്പോ ആ എന്തിനെ കുറിച്ച് പറയുന്നു അതിന് മുബത്തദ, അതാണ് നമ്മൾ മുബത്തദായിട്ട് കൊണ്ടുവരേണ്ടത്. അത് തുടക്കത്തിൽ തന്നെ വരണമെന്നില്ല. അപ്പൊ ഞാനൊരു വേറൊരു ഉദാഹരണം പറയാം. ഫിൽ ഹഖീബത്തി കലം, എന്താണ്, ബാഗിൽ പേനയുണ്ട്. അപ്പൊ നമ്മളിവിടെ പേനയെ കുറിച്ചാണ് ശരിക്കും പറയുന്നത്. അപ്പൊ ഇവിടെ പേനയാണ് വിഷയം, പേനയെ കുറിച്ചാണ് പറയുന്നത്. പേന എവിടെ ഉള്ളത്? ബാഗിൽ. ബാഗിലാണ്. ഇപ്പൊ ബാഗിലാണ് എന്നുള്ളത് പേനയെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്, അല്ലെ? ബാഗിലാണ് എന്നതാണ് നമുക്ക് കിട്ടേണ്ട ആശയം. അപ്പോ ഇവിടെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? കലമിനെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ കലം ആദ്യമാണോ വന്നത്? അല്ല, കലം അവസാനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാലും ആ കലം എന്ത് മുബത്തദ തന്നെയാണ്. അത് നമ്മൾ പിന്നീട് ഇൻഷാല്ല അഡ്വാൻസ്ഡ് ലെവലിൽ, അതായത് ഗ്രാമറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകളിൽ അതൊക്കെ പിന്നീട് പഠിക്കും. ആദ്യം നമ്മൾ ഇരുന്നിട്ടല്ലേ കാല് നീട്ടുക. അപ്പൊ ആദ്യം എന്താണ് മുബത്തദ ഖബർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് പിന്നെ അതിന്റെ വിവിധ രൂപങ്ങൾ ഇൻഷാല്ല മനസ്സിലാക്കും. അപ്പൊ നോക്കാം, ഇവിടെ തുഫാഹത്തു ഹുൽവത്ത് എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ തുഫാഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. തുഫാഹത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? തുഫാഹത്തെ മധുരമുള്ളതാണ്, അല്ലെ? അസൂറത്തു, സൂറത്തിനെ കുറിച്ച്, ഒരു പിക്ചർ, ഒരു ഇമേജ്, അതിനെ കുറിച്ച് പറയണം, അത് ഭംഗിയുള്ളതാണ്. അപ്പോ ആ സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് സൂറത്ത് മുബത്തദാവുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് ഭംഗിയുള്ളതാണ്. ആ വേർഡ് ജമീലത്തിന്, അത് ഖബറായിട്ട് വരുന്നു.
അൽ ജറി, ജറീനെ കുറിച്ച് പറയാണ് മുഫീദുൻ, അത് ഉപകാരപ്രദമാണ്. അപ്പൊ ആ ജറി എന്നുള്ളത് മുബ്തദായിട്ട് വരുന്നു, മുഫീദ് എന്നുള്ളത് ഖബറായിട്ട് വരുന്നു. പിന്നെ അൽ ഖിതാറു സരീഉൻ, അതുപോലെ തന്നെ തീവണ്ടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ആശയം എന്താണ്? സരീഉൻ, വേഗതയുള്ളതാണ്. അപ്പൊ അത് ഖബർ. നലാഫത്ത് വൃത്തിയുള്ളതാണ്. വൃത്തിയെ കുറിച്ച് പറയാണ് വാജിബത്തുൻ, അത് നിർബന്ധമാണ്. അല്ലർലു, ഭൂമിയെ കുറിച്ച് പറയാണ് ഭൂമി. അപ്പൊ ഭൂമി മുബ്തദായിട്ട് വരും. അതിനെക്കുറിച്ച് എന്തൊക്കെ പറയാം, പല കാര്യങ്ങൾ പറയാം. അതിലൊന്നാണ് മുസ്തദീറത്തുൻ, അത് ഖബറായിട്ട് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലെ, കണ്ടോ? എല്ലാ മുബ്തദയുടെയും ഖബറിന്റെയും അവസാനം എന്താ ഉള്ളത്? നമ്മുടെ റഫ്. ഫായിലൊക്കെ പറഞ്ഞ പോലെ ഫായിലിന്റെ അവസാനം നമ്മൾ എല്ലാ ഫായിലും നമ്മൾ എങ്ങനെയാണ് കണ്ടത്? അല്ലെ, എല്ലായിടത്തും റഫാണ്. അപ്പോ മുബ്തദയുടെയും ഖബറിന്റെയും ഇറാബ്, അതാണ് ഇപ്പൊ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. എന്തായിരിക്കും ഇറാബ്? റഫായിരിക്കും. റഫായിരിക്കും. അപ്പൊ മുബ്തദ ഖബറിന്റെ ഇറാബ് ഇറാബ് റഫ്. ഒരു കാര്യം മനസ്സിലാക്കുക. ഒന്ന്, മുബ്തദ എന്താണ്, ഖബർ എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, മുബ്തദയുടെയും ഖബറിന്റെയും ഇറാബ് വേറെ പ്രത്യേകതകളൊന്നും ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് ബേസിക് ആയിട്ട് പറയാ എന്താ? റഫായിരിക്കും. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഇനി മാറി വ്യത്യാസപ്പെട്ട് കണ്ടുവരും. അതൊക്കെ അടുത്ത സ്റ്റെപ്പിലാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിന്റെ ഇറാബ്, മുബ്തദ എവിടെയുണ്ടോ അത് റഫായിരിക്കും, ഖബർ എവിടെ ഉണ്ടോ അത് റഫായിരിക്കും. എന്നാൽ അതിന് എക്സെപ്ഷൻസോ അല്ലെങ്കിൽ അതിന് മാറ്റങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ അതും കൂടി നമ്മൾ പിന്നീട് അടുത്ത സ്റ്റെപ്പുകളിൽ മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഒരു ഉദാഹരണങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, ഈ മുബ്തദയുടെയും ഖബറിന്റെയും തമ്മിലൊരു വ്യത്യാസം കാണാൻ പറ്റും. എന്താണ്? രണ്ട് ലഫ്ലി ആയിട്ടുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യത്യാസം? മുബ്തദായിട്ടുള്ള വേർഡിലേക്ക് അലിഫ്ലാം വരുന്നുണ്ട്. യെസ്, മുബ്തദയുടെ ഇതിലൊക്കെ നമുക്ക് അലിഫ്ലാം കാണാൻ പറ്റും, അല്ലെ? അപ്പൊ മുബ്തദയിൽ എപ്പോഴും അലിഫ്ലാം വേണമെന്നല്ലേ പറയാം. അലിഫ്ലാം ഒരു അടയാളാണ്. എന്തിന്റെ അടയാളാണെന്നറിയോ? ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പറയാം. അതായത് മുബ്തദയുടെ ഈ അലിഫ്ലാം വരിക എന്നതല്ല പ്രധാനം, മറിച്ച് മുബ്തദ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത് മാരിഫ ആവുക എന്നാണ് പറയാം. അത് പിന്നെ മനസ്സിലാക്കുക എന്താണ് മാരിഫ, എന്താണ് നെക്കിറ എന്നുള്ളത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നാലും ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കാം. മാരിഫ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ദ വെച്ചിട്ടൊക്കെ പറയല്ലോ, ദ പെൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞു, ഇപ്പൊ നമ്മള് തുഫാഹത്തെ മാത്രം നമുക്ക് അലിഫ്ലാം ഇല്ലാതെ പറയണം. തുഫാഹത്തുൻ ഹുൽവത്തുൻ, ഇങ്ങനെ എഴുതിയ എന്താ അർത്ഥം വരിക? അപ്പോ തുഫാഹത്തുൻ മാത്രം എന്താ അർത്ഥം വരിക? തുഫാഹത്തുൻ. തുഫാഹത്ത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തുഫാഹിന്റെ അർത്ഥം അറിയില്ലേ? ആപ്പിൾ. ആപ്പിൾ. വെറും ആപ്പിൾ അല്ല, ഒരു ആപ്പിൾ ആണ്. ഒരു ആപ്പിൾ. ഒരു ആപ്പിൾ, ആൻ ആപ്പിൾ. ഇപ്പൊ തുഫാഹത്ത് എന്ന് പറഞ്ഞാൽ ആൻ ആപ്പിൾ എന്നാണ്. അതിന്റെ കൂടെ ഹുൽവത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം വരിക? ആപ്പിൾ മധുരമുള്ളതാണ്. അല്ല, ആണ് ഒരാപ്പിൾ. എന്ന് പറയാനായിട്ടല്ല, മധുരമുള്ള ഒരു ആപ്പിൾ. ആപ്പിൾ. മധുരമുള്ള ഒരാപ്പിൾ. ഒരു ആപ്പിൾ. സൂറത്തുൻ ജമീലത്തുൻ, അപ്പൊ എന്തായിരിക്കും വരിക? മനോഹരമായ ഒരു പിക്ചർ. മനോഹരമായ ഒരു പിക്ചർ. യെസ്. ഖിതാറുൻ സരീഉൻ, എന്താ അർത്ഥം? വേഗതയുള്ള ഒരു ട്രെയിൻ. വേഗതയുള്ള ഒരു ട്രെയിൻ. അതേ സമയത്ത് നമ്മൾ ഈ തുഫാഹിന്റെ കൂടെ അത് കൊടുക്കുമ്പോൾ എന്തായി? അത്തുഫാഹ്. അപ്പൊ ജുംലയായി. അത്തുഫാഹത്തു തുഫാഹത്ത്, ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അത് പിന്നെ സംസാരിക്കുന്ന ആളുടെ മനസ്സിൽ ബോധ്യപ്പെട്ട ഒരു ആപ്പിളിനെ കുറിച്ചാണ്, അയാളുടെ മനസ്സിൽ കാണുന്ന ഒരു ആപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന പൊതുവേ ഉള്ള വർഗത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോ അത്തുഫാഹത്തു, ആപ്പിൾ മധുരമുള്ളതാണ്. മധുരമുള്ളതാണ്. അപ്പൊ മാത്രമാണ് അവിടെ എന്താവുക? അങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ അലിഫ്ലാമിന്റെ ഒരു ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ ചിലപ്പോഴൊക്കെ ഇതുവരെ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പൊക്കെ ചിലപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അലിഫ്ലാമിനൊന്നും ഒരു വൈകണ്യം ഇല്ലാതെ അല്ലെങ്കിൽ ഏറാബുകൾക്കൊന്നും ഒരു ശ്രദ്ധയില്ലാതെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അലിഫ്ലാമിനൊക്കെ വളരെ വലിയ മീനിങ് വ്യത്യാസം ഉണ്ടാക്കും.
അപ്പോ അത്തുഫാഹത്തു ഹുൽവത്തുൻ. അതേപോലെ തന്നെ അസ്സൂറത്തു ജമീലത്തുൻ. അപ്പൊ സൂറത്ത് പിക്ചർ ആകുന്നത് ജമീലത്തുൻ, അത് ഭംഗിയുള്ളതാണ്. ആണ്, ഈസ് എന്നുള്ളൊരു, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ദ പിക്ചർ ഈസ് ബ്യൂട്ടിഫുൾ. മറ്റേത് എന്താ പറയുള്ളൂ, സൂറത്തുൻ ജമീല എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ പിക്ചർ. അപ്പൊ ബ്യൂട്ടിഫുൾ എന്നുള്ളത് എന്താണ്, അജറ്റീവ് ആണ്. അപ്പൊ ജമീലത്ത് എന്നുള്ളത് വെറും ഒരു അജറ്റീവിന്റെ സ്ഥാനത്ത് മാത്രമാണ് നിൽക്കുന്നത്. അതേ സമയത്ത് അലിഫ്ലാം വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഈസ് എന്നുള്ള ഒരു അർത്ഥം വരുന്നത്, ആണ് എന്നുള്ള. അത് അതിന്റെ ആ ഒരു മീനിങ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ ഉപയോഗിക്കണം. എങ്ങനെ, അലിഫ്ലാം തന്നെ വേണമെന്നില്ല കേട്ടോ. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. മുഹമ്മദുൻ താലിബുൻ, നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചു. ഇതിൽ അലിഫ്ലാം ഉണ്ടോ? ഇതിൽ അലിഫ്ലാം ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ, ഇല്ല. അത് പേരാണ്. അപ്പം അലിഫ്ലാം പറയാതെ തന്നെ ആള് ഡെഫിനിറ്റ് ആണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആരാ? ഏതെങ്കിലും ഒരാളാണോ? അല്ല, മുഹമ്മദാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ ആരാ? ഏതെങ്കിലും ഒരു മനുഷ്യനാണോ? അല്ല, ഫാത്തിമയാണ്. അതാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ വേറെ എന്ന് പറയാം, ഹുവ താലിബുൻ. ഹുവ എന്ന് പറഞ്ഞാൽ ആരാ? അവൻ. അവൻ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് മനസ്സിലാവില്ലേ? ആരോ ഒരാളെ കുറിച്ചല്ലേ നമ്മൾ അവൻ എന്ന് പറയാം. യെസ്. അപ്പോ ആള് ഡെഫിനിറ്റ് ആണ്. അതേപോലെ തന്നെ ഹാദ, ഹാദ കിതാബുൻ, ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, ഡെഫിനിറ്റ് ആണ്, ഇത് പുസ്തകമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഡെഫിനിറ്റ് ആവുക എന്നുള്ളതാണ് മുബ്തദയുടെ. ഇൻഷാല്ല ഇപ്പൊ നിങ്ങള് പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞാണ്, ഇപ്പൊ ഈ ചാപ്റ്ററിൽ അതെല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കാനല്ല. ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് ശരിക്കും അതിനെ കുറിച്ചൊരു ബോധ്യം കിട്ടുള്ളൂ. അതുകൊണ്ട് പറയേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് പിന്നീട് പഠിക്കുമ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു വെക്കാം. നോക്കാം. അപ്പൊ ഇതിലെ കായിക എത്രയാണ് മനസ്സിലാക്കാനുള്ളത്. അൽ മുബ്തദ, മുബ്തദ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംല. കണ്ടോ, ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ഡെഫിനിഷന് അപൂർണമാണ്. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു ഡെഫിനിഷൻ എത്രയാണ്, എന്താ പറയുന്നത്, ഒരു സെന്റൻസിന്റെ ആദ്യത്തിൽ വരുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മ. അൽ മുബ്തദവും, മുബ്തദ എന്ന് പറയുന്നത് ഇസ്മുൻ മർഫൂഉൻ, റഫ് ചെയ്യപ്പെട്ട, റഫാക്കപ്പെട്ട ഇസ്മ എന്നാണ്. അത് ഓക്കെയാണ്, റഫ് തന്നെ ആയിരിക്കും. ഫി അവ്വലിൽ ജുംല, ഒരു ജുംലയുടെ തുടക്കത്തിൽ വരുന്ന. കണ്ടോ, തുടക്കത്തിൽ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, തുടക്കത്തിലല്ലാത്ത ഒരു ഉദാഹരണം ഏതാ? ഓർമ്മ ഉണ്ടോ? എല്ലാ ഡെഫിനിഷനും അത് പിന്നെ ഒരു 99% ശരി ഉണ്ടാവുള്ളൂ. അതിൽ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഫിൽ ഹദീഖത്തി, ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിലുണ്ട്, എന്തുണ്ട്? ബിഇറുൻ, ഒരു കിണറുണ്ട്. പൂന്തോട്ടത്തിൽ ഒരു കിണറുണ്ട്. ഫിൽ ഹദീഖത്തി പെടുന്നുണ്ട് ബിഇർ. ബിഇർ എന്നുള്ളത് ആദ്യമാണോ വന്നത്? അല്ല. അപ്പോ അവസാനം വന്നാലും മുബ്തദ ആവാൻ പറ്റും. അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അൽ ഖബറു, ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? അതും ഇസ്മുൻ മർഫൂൻ, റഫാക്കപ്പെട്ട ഇസ്മാണ്. യകൂനു മഅൽ മുബ്തദഇ, അത് മുബ്തദയുടെ കൂടെ ചേർന്ന് കൊണ്ടാകും. എന്താകും? ജുംലത്തൻ മുഫീദത്തൻ, ഒരു മുഫീദയായ ജുംല. മുഫീദയായ ജുംല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസ്. ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആവാൻ മുബ്തദയെ സഹായിക്കുന്ന ഒരു റഫ് ചെയ്യപ്പെട്ട ഇസ്മിന് ഖബർ എന്ന് പറയും. നിങ്ങളിങ്ങനെ പരീക്ഷയ്ക്ക് നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ കാര്യം മനസ്സിലാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ ഐഡിയ ആണ് എന്ത്, എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് മുബ്തദ, അതിനെക്കുറിച്ച് എന്താണോ പറയുന്നത് അത് ഖബർ. ഖബർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഇസ്തഖ്രിജ് കുല്ല മുബ്തദഇൻ വകുല്ല ഖബറിൻ മിനൽ ജുമലിൽ ആതിയ. ഇത് എളുപ്പമാണല്ലോ അല്ലേ? ഇതില് മുബ്തദയും ഖബറും ഏതാണ്? അദ്ദവാത്തു മംലൂഅത്തുൻ. ഞാൻ രണ്ട് മൂന്നെണ്ണം പറയട്ടോ, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. അദ്ദവാത്തു മുബ്തദ, മംലൂഅത്തുൻ ഖബർ. ഖബർ. അൽ ഫഖീർ മുഹ്താജുൻ. ഫഖീർ മുബ്തദ, മുഹ്താജുൻ ഖബർ. എന്താ അർത്ഥം വരാ ഫഖീർ മുഹ്താജ് എന്ന് പറയുമ്പോ? ഫഖീർ എന്ന് പറഞ്ഞാല് ദരിദ്രൻ, മുഹ്താജ് ഹാജത്ത് കേട്ടല്ലേ? ഹാജത്ത് എന്താ? ആവശ്യമുള്ളവൻ. ആവശ്യമുള്ള. അപ്പൊ മുഹ്താജർ ആവശ്യമുള്ളവൻ. അൽ മിസാഹു മുളിറുൻ. അൽ മിസാഹ് എന്ന് പറഞ്ഞാൽ ജോക്ക്, തമാശ. മുളിറുൻ, ഇത് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതില്
النظام مبتدا مضر വളരെ ഖബർ. അതുപോലെ ഇത് എളുപ്പമാണ്, എല്ലാം ഒരേ സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മുബത്തദ എന്താണ് ഖബർ എന്താണെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ഇവിടെ നിന്ന് ഒന്ന് രണ്ടെണ്ണം. ഇജാൽ കുല്ലസ്മി മിനൽ അസ്മാഇൽ ആതിയ മുബ്തദ വ അഖ്ബിർ അൻഹു ബി ഖബറിൻ യുനാസിബുഹു. ഖബർ പറയുമ്പോൾ മുബ്ത പറയുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാനുണ്ട്. നോക്കാം. ഇവിടെ അസ്തൗബു അദ്ദറാജത്തു അസ്സരീറു അൽ കിതാബു അൽ ഗുർഫത്തു അസ്സഹ്റത്തു അൽ കുർസിയു അൽ ഹുറു. ഇതിലെ മുബ്തദ ആവാൻ സാധ്യതയുള്ള ഇസ്മുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയ്ക്ക് ഖബറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഒന്ന് രണ്ടെണ്ണം പറയാം. അസ്തൗബു, തൗബിന് نظيف നളീഫുൻ. ഓക്കെ, അസ്തൗബു നളീഫുൻ, റഫായിട്ട് പറയണം. അസ്തൗബു നളീഫുൻ. പിന്നെ അദ്ദറാജത്തു, ദറാജ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ദറാജ സൈക്കിൾ. جديد ജദീ ജദീദത്തിന്. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ രണ്ട് ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ, ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ് അസ്തൗബ് എന്നുള്ളത് മുദക്കറാണോ മുഅന്നസാണോ? مذكر മുദക്കറാണ്. അപ്പൊ അതിന്റെ ഖബർ എങ്ങനെ കൊണ്ടുവന്നേ? مذكراയിട്ട് തന്നെ. മുദക്കറായിട്ടാണ്. അപ്പൊ മുബ്തദ അടുത്ത നോക്കൂ, ഉദാഹരണം ദറാജ മുഅന്നസ് അല്ലേ? അപ്പൊ അതിന്റെ ഖബർ എങ്ങനെ പറയണം? മുഅന്നസായിട്ട് തന്നെ. മുഅന്നസായിട്ട് തന്നെ പറയണം. അപ്പൊ ഇതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. മുബ്തദ ഖബർ എന്തായിരിക്കണം? മുദക്കറാണെങ്കിൽ ഖബർ മുദക്കർ ആയിരിക്കണം, മുഅന്നസ് ആണെങ്കിൽ ഖബർ മുഅന്നസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി അസ്സരീറു, സരീർ എന്ന് പറയുക ബെഡ്, കട്ടിൽ. അസ്സരീറു സരീർ കബീർ കബീറുൻ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഖബറുകളെ ആഡ് ചെയ്ത് കൊടുക്കുക. അൽ കിതാബു മുഫീദുൻ, അൽ ഗുർഫത്തു വാസിഅത്തുൻ, അസ്സഹ്റത്തു ജമീലത്തുൻ, അതുപോലെയുള്ള ഉദാഹരണങ്ങളെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എഴുതണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇനി ഖബർ ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? മുബ്തദ ആഡ് ചെയ്യണം. ഇജ്അൽ കുല്ലസ്മി മിനൽ അസ്മാഇൽ ആതിയ, താഴെ തന്നിട്ടുള്ള ഇസ്മുകൾക്കെല്ലാം നിങ്ങൾ കൊണ്ടുവരിക ഖബറൻ. ഖബറല്ലേ മുബ്തദയിന്, സോറി, ഇതിനെല്ലാം നിങ്ങൾ മുബ്തദയുടെ ഖബറാക്കി മാറ്റുക. അങ്ങനെ ഇജ്അൽ എന്ന് പറഞ്ഞാൽ ആക്കുക. അപ്പോ താലിഉൻ, താലി എന്ന് പറഞ്ഞാൽ ഉദിച്ചത് എന്നാണ്. എന്ത് പറയണം? الشمس طالع അഷംസ് താലിഉ എന്ന് പറയാം. പക്ഷെ അഷംസ് താലി എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ മുബദക്കർ മുഅന്നസിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും നല്ലത്? ഷംസ് എന്ന് പറയുന്നത് മുഅന്നസ് ആണ്. അറബിയിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അറബിയിൽ മാത്രമല്ല, പല ഭാഷകളിലും ചിലത് ആലങ്കാരികമായ സ്ത്രീലിംഗങ്ങളും പുല്ലിംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ സൂര്യനെ അറബികള് പെണ്ണായിട്ടാണ് കാണുന്നത്. സൂര്യദേവനല്ല, സൂര്യദേവതയാണ്. നമ്മുടെ മലയാളത്തിലോ? മലയാളത്തിലെ സൂര്യനാണോ പെണ്ണാ? സൂര്യദേവൻ. സൂര്യദേവനാണ് അല്ലെ. ചന്ദ്രനോ? ചന്ദ്രദേവതാണ്. പെണ്ണായിട്ട് ചന്ദ്രൻ. ചന്ദ്രൻ എന്നുള്ള പേര് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ഇടല്? ചന്ദ്രൻ ആണുങ്ങൾക്ക്. ആണിന്. അപ്പൊ മലയാളത്തിലെ ചന്ദ്രൻ ആണെന്നെയാണ്. ചന്ദ്രൻ. മലയാളത്തിലെ സൂര്യനും ആണാണ്. സൂര്യൻ, ഭാസ്കരൻ എന്നൊക്കെ പറയാം. അരുണൻ, വരുൺ. അഷംസ് താലിൻ. അപ്പൊ ഇവിടെ നമുക്ക് ഷംസ് മാറ്റിയിട്ട് അവിടെ എന്ത് പറ്റും? മുദക്കറാക്കാം, ഖബറാക്കാം അല്ലെ. അൽ ഖമറു താലുൻ. അപ്പൊ കറക്റ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഖബർ ഇവിടെ മുദക്കറാണ് മുഅന്നസാ നോക്കിയിട്ട് ആഡ് ചെയ്യും. രണ്ടാമത്തെ സഗീറുൻ, സഗീർ ചെറുതാണ്. എന്താണ് ചെറിയതാണ്? അപ്പൊ ഇവിടെ അലിഫ്ലാമോട് കൂടി അല്ലെങ്കിൽ ഒരു പിന്നെ അതുപോലെയുള്ള ഒരു വാക്ക്, ഒന്നുകിൽ പേര് കൊണ്ടുവരും അല്ലെങ്കിൽ അലിഫ്ലാമോട് കൂടി ഒരു വാക്ക് കൊണ്ടുവരും. അത്തിഫ്ലു സഈറുൻ. നാം അത്തിഫ്ലു സഗീറുൻ, അൽ കലമു സഗീർ എന്നൊക്കെ പറയും. നാഇമുൻ, നാഇം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ്, മൃദുലമാണ്. എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ ആവാം, അത് കറക്റ്റ് ആശയമായിക്കൊള്ളണമെന്നില്ല. നമുക്കിവിടെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഹർക്കത്തൊന്നും ഇടില്ല കേട്ടോ, നിങ്ങൾ അതും കൂടി ഇട്ടുകൊണ്ട് എഴുതണം. അത്തിഫ്ലു സഗീറുൻ. ഓക്കെ, പിന്നെ വേറെ അൽ നായിമുൻ, സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയും. സോഫ്റ്റ്. എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ളത്? വസ്ത്രമോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ വസ്ത്രം എങ്ങനെ പറയാം? വസ്ത്രം മൃദുലമാണ്. അല്ലിബാസു അല്ലിബാസു നാ- നാഇമുൻ. ഓക്കെ, ലിബാസു നാഇമുൻ. അൽ അസ്തൂബ് മദ്ബൂഹത്തുൻ. കൂടി ഒരു മുഅന്നസ് വരാം. മദ്ബൂഹത്തുൻ. മദ്ബൂഹത്തിന്റെ മീനിങ് എന്താ സാർ? മദ്ബൂഹ എന്ന് പറഞ്ഞാല് അറുക്കപ്പെട്ടത്, അറുക്കുക, കശാപ്പ് ചെയ്യപ്പെട്ടതെന്ന് അർത്ഥം. അവിടെ മുഅന്നസ് ആയിട്ടാണ്. അപ്പൊ മുഅന്നസ് ആയിട്ടുള്ള ഒരു മുബത്തദ പറയും. അൽ ബഖറത്തു യെസ്, അൽ ബഖറത്തു മദ്ബൂഹത്തുൻ. അഷാത്തു മദ്ബൂഹത്തുൻ. അദ്ദജാജത്തു മദ്ബൂഹത്തുൻ എന്ന് പറയും. ഇനി ബാക്കിയത്തുൻ, അതും കൂടി പറയാം. ബാക്കിയത്തുൻ. അലീൽ എന്ന് പറയുന്ന രോഗി എന്നാണ് ട്ടോ അർത്ഥം. ബാക്കിയത്തുൻ കരയുന്നവൾ. മുഅന്നസ് ആയിട്ട് പറയാം. അൽ ബിന്ദു അൽ അൽ ബിന്ദു ബിൻ- ബാക്കി അൽ ബിന്തു ബാക്കിയത്തുൻ. ഓക്കെ, എല്ലാതും റഫ് ചെയ്താണ്ട് എഴുതുക. എഴുതുമ്പോൾ ഹർക്കത്തും കൂടി ഇട്ടിട്ട് എഴുതി ശ്രദ്ധിക്കുക. ലാസ്റ്റത്തെ അക്ഷരത്തിന് ഹർക്കത്തിട്ടാൽ മതി, ബാക്കിയുള്ളൊന്നും ഹർക്കത്തിടണമെന്നില്ല. നിങ്ങൾ അറബി ഇനി മുതൽ എഴുതുമ്പോൾ ഒക്കെ അവസാനത്തെ ഹർക്കത്ത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാം. ഇനി ഇതുപോലെ കവ്വിൻ അർബഅ ജുമല മിനൽ അസ്മാഇൽ ആതിയ ബിഹൈസു തളഉ കുല്ല മുബ്തദഇൻ മഅൽ ഖബറിൽ മുനാസിബ് ലഹു. കവ്വിൻ അർബഅ ജുമലിൻ, ആ 4 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. മിനൽ അസ്മാഇൽ ആതിയ, ശേഷം തന്നിട്ടുള്ള ഇസ്മുകളിൽ നിന്ന്. ഹദീദ്, മിസ്ബാഹ്, മത്തർ, ഹിസാൻ. ഈ 4 വാക്കുകൾ ഉപയോഗിച്ച് 4 സെന്റൻസ് ഉണ്ടാക്കണം. എങ്ങനെയായിരിക്കണം? ബിഹൈസു തളഉ കുല്ല മുബ്തദഇൻ മഅൽ ഖബറിൽ മുനാസിബ് ലഹു. ഇവിടെ തന്നിട്ടുള്ള വാക്കുകളിൽ നിന്ന് മുബ്തദയും ഖബറും അനുയോജ്യമായ രൂപത്തിൽ പിന്നെ ചേർത്ത് വെച്ചുകൊണ്ട് 4 സെന്റൻസ്. ഇവിടെ ഖബറും മുബ്തദയും രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. മുബ്തദ മീനിങ് പറയാം. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക്, മത്തർ മഴ, ഹിസാന് കുതിര കുതിര അല്ലെ. ഗസീർ എന്ന് പറഞ്ഞാൽ ശക്തമായതാണ്. മഅദിൻ എന്ന് പറഞ്ഞാല് പിന്നെ മിനറൽ ആണ്, എന്താ പറയാ, ഖനി വസ്തുവാണ്, മണ്ണിന്റെ അടിയിൽ നിന്ന് കുറിച്ചെടുക്കുന്നതാണ്. സ്വാഹിൽ എന്ന് പറഞ്ഞാൽ കരയുന്നതാണ്. മുനീർ എന്ന് പറഞ്ഞാൽ തിളക്കം, വെളിച്ചം നൽകുന്നതാണ് എന്നർത്ഥം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? അൽ, നിങ്ങൾ പറയും. അൽ ഹദീദു മഅദിനുൻ അൽ ഹദീദു, മഅദിനുൻ യെസ്, അൽ ഹദീദു മഅദിനുൻ. അൽ മിസ്ബാഹു, മുനീറുൻ യെസ്, അൽ മിസ്ബാഹു മുനീറുൻ. അൽ മത്തറു ഗസീറുൻ ഗസീറുൻ. അൽ ഹിസാനു സ്വാഹിലുൻ. സഹല എന്ന് പറഞ്ഞാല്, സഹല എന്ന് പറഞ്ഞാല് കുതിര കരയുന്നതിനാണ് സഹല എന്ന് പറയുക. സഹീൽ, സഹീൽ എന്ന് പറയും കുതിരയുടെ കരച്ചിൽ. ഓക്കെ, അപ്പോ ഏകദേശം നമ്മള് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മുബ്തദ ഖബർ ക്ലിയർ ആയിട്ടുണ്ടാവുന്നത് എളുപ്പമാണ്. മുബ്തദ ഖബർ ഒന്നും പ്രശ്നമല്ല. ഇനി നമുക്കിനി പ്രശ്നം വരുന്നത് പിന്നെ ഇതിന്റെ ഇറാബുകളൊക്കെ മാറ്റി വരുന്ന സമയത്തായിരിക്കും ഉണ്ടാവുക. ഇവിടൊക്കെ പറയുന്നത് കവ്വിൻ ഹംസ ജുമലിൻ കുല്ലു ജുംലത്തി മിൻഹാ തതഅല്ലഫു മിൻ മുബ്തദഇൻ വ ഖബറിൻ. മുബ്തദ ഖബറും കൂടി ചേരുന്ന ഒരു 5 സെന്റൻസ് എഴുതുക എന്നാണ്. വേറെ അടുത്തത് അതേപോലെ പറയുന്നത് കവ്വിൻ ഹംസ ജുമലിൻ ഫി വസ്ഫിൽ മായി, വെള്ളത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് 5 സെന്റൻസ് എഴുതുക. അതിലൊക്കെ വെള്ളം എന്തായിരിക്കണം? ബിഹൈസ് യകൂനു ലഫ്ദുൽ മായി ഫി കുല്ലി മിൻഹാ മുബ്തദ, വെള്ളം എപ്പോഴും മുബ്തദായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ കവ്വിൻ ഹംസ ജുമലിൻ ഫി വസ്ഫി ദജാജ, കോഴിയെ കുറിച്ച് പറയുന്ന 5 സെന്റൻസ് എഴുതുക. അതിൽ കോഴി ബിഹൈസ് യകൂനു ലഫ്ദുൽ ദജാജ ഫി കുല്ലി മിൻഹാ മുബ്തദ, അതിലെല്ലാത്തിലും കോഴി എന്തായിരിക്കണം? മുബ്തദായിട്ട് വരുന്ന രൂപത്തിലായിരിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തംരീനെ നോക്കുക. തംരീൻ ഫിൽ ഇറാബ്. ഇറാബ് എങ്ങനെയാണ് പറയേണ്ടത്? അൽ ഹുജ്റത്തു ലീഫത്തു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ട് മോഡല്. അൽ ഹുജ്റത്തു മുബ്തദഉൻ മർഫൂഉൻ. ഓക്കെ, മർഫൂഉൻ. ലീഫത്തുൻ ഖബറും മർഫൂഉൻ. ഖബറുൻ മർഫൂഉൻ. അതുപോലെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞത്. ആരിബിൽ ജുമലത്തൈൻ ലാത്തിയത്തൈൻ. അസ്സയ്യാറത്തു സരിഅത്തുൻ. നിങ്ങൾ പറയും. സയ്യാറത്തു മുബ്തദഉൻ മർഫൂഉൻ സരിയത്തു ഖബറുൻ മർഫൂഉൻ. ഓക്കെ, അഹ്സൻത. അൽ കിത്തു അലൂഫുൻ. അൽ ഖിദ്ദു മുബ്തദഉൻ മർഫൂഉൻ അലൂഫുൻ ഖബറുൻ മർഫൂഉൻ. ഖബറുൻ മർഫൂഉൻ. ഓക്കെ, അഹ്സൻത. ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി നിങ്ങൾ കുറെ മുബ്തദ ഖബറുകളൊക്കെ ഒന്ന് കണ്ടെത്തുക. നിങ്ങൾ അതൊക്കെ അതാണ് പ്രാക്ടിക്കലി ഉള്ള സാധനത്തിൽ നിന്ന് കണ്ടെത്തുമ്പോഴാണ്. ഇപ്പോ നമ്മള് പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൽ മുബ്തദ ഖബർ ഏതാ? അല്ലാഹു അല്ലാഹു മുബ്തദയാണ്, അക്ബർ എന്നുള്ളത് ഖബറാണ്. അല്ലാഹു അക്ബറുൻ, അതാണ് നമ്മൾ എപ്പോഴും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.
അത് ഇസ്മിയ ജുംലയാണ്. അതേപോലെയുള്ള വാക്കുകൾ ഇപ്പോ അസ്സലാമു അലൈക്കും, അത് മുബ്തദ ഖബറാണ്. അസ്സലാമു എന്നുള്ളത് മുബ്തദയാണ്, അലൈക്കും എന്നുള്ള ഖബറാണ്. പക്ഷെ അലൈക്കും എന്നുള്ളതിൽ അവിടെ സാധാരണ അത് വ്യത്യാസം വരും കേട്ടോ. ഖബർ പല രൂപത്തിൽ വരും, അത് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഖബറാണ്, ഏറ്റവും സിമ്പിൾ വേർഡ് ആയിട്ട് ഖബർ വരുന്നത്. അപ്പൊ അലൈക്കും എന്നുള്ളത് വേറെ രൂപത്തിലുള്ള ഖബറാണ്, അത് ജുംലയായിട്ടും മറ്റു പല രൂപങ്ങളിലൊക്കെ ഖബർ വരും. മുബ്തദ പിന്നെ എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇപ്പോ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മുബ്തദ ഖബറാണ്. അതിലെ മുബ്തദ ഏതാ? അൽഹംദു മുബ്തദയാണ് അല്ലെ? അൽഹംദു മുബ്തദയാണ്, ഖബർ ലില്ലാ, ലില്ലാഹി. അവിടെ ഖബറിന്റെ റഫ് നമുക്ക് കാണാമല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അപ്പൊ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊക്കെ. അപ്പൊ ഈ രണ്ട് സ്ട്രക്ചറിലല്ലാതെ അറബിയിൽ ഒരു സെന്റൻസും ഇല്ല. അപ്പൊ നമ്മൾ അറബി ഭാഷയുടെ ഏറ്റവും ഏത് ഇത് എടുക്കുകയാണെങ്കിലും രണ്ടാലൊരു സ്ട്രക്ചറിലേ വരുള്ളൂ. ഒന്ന് ഫേല്, ഫായില്, മഫ്ഊല്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സ്ട്രക്ചറാണ് മുബ്തദ ഖബർ, അത് നമ്മൾ അതിന്റെ തുടക്കം സ്റ്റാർട്ടിങ് പഠിച്ചു കഴിഞ്ഞു. ഈ രണ്ട് സ്ട്രക്ചറിൽ നമ്മൾ ഏത് സെന്റൻസ് എടുക്കുകയാണെങ്കിലും അതിൽ ഒന്നുകിൽ അത് ഫേലും ഫായിലും ഉണ്ടാവും, അല്ലെങ്കിൽ അത് മുബ്തദ ഖബർ ആയിരിക്കും. ഇപ്പൊ കുൽഹു അല്ലാഹു അഹദ് അടുത്ത് നോക്കുമ്പോ അവിടെ ഏതാ വരിക? അവിടെ ഫേലും ഫായിലും ആണ് വരുന്നത് അല്ലെ? കുൽ, ഫേലും ഫായിലും, ആ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അതിന്റെ സമയത്ത് അല്ലാഹു സമദ്, അതിലേതാ വരുന്നത്? അല്ലാഹു മുബ്തദ, അല്ലാഹു മുബ്തദ, സമദ് സമദ് അവിടെ അവിടെ ഖബറായിട്ടാണ് വരുന്നത്. അവിടെ അല്ലാഹു സമദ്. ഓക്കെ ഇൻഷാല്ല. അപ്പോ ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് വേണ്ടി, ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ചിലപ്പോ പിന്നെ നിങ്ങളുടെ ഇതില് എന്താ പറയാ, അതിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.